ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. വാനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ, നിത്യരാജ്യമെനിക്കായി നാഥനൊരുക്കുന്നേ. വാനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ, നിത്യരാജ്യമെനിക്കായി നാഥനൊരുക്കുന്നേ. എന്നതിൽ പൂകിടും ഞാൻ പ്രിയ, എന്നതിൽ പൂകിടും ഞാൻ, എന്നതിൽ പൂകിടും ഞാൻ പ്രിയ, എന്നതിൽ പൂകിടും ഞാൻ. രാജാധിരാജൻ വരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. കർത്താവിൻ്റെ വിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയ്സ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 294 എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ അങ്ങേക്ക് സ്വാഗതം. 38 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ യഹൂദായുടെ വീഴ്ചകളെ കുറിച്ചിട്ടാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇളയ സഹോദരനോട് ചെയ്ത തെറ്റ് അപ്പനോട് ഏറ്റുപറഞ്ഞ് മറ്റൊരു തരത്തിൽ മുമ്പോട്ട് പോകേണ്ടിയിരുന്ന, അഥവാ അപ്പൻ്റെ ഭവനത്തിൽ തിരികെ എത്തേണ്ടിയിരുന്ന യഹൂദ അവിടെ നിന്ന് ദൈവഹിതത്തിൻ്റേതല്ലാത്ത പാതയിൽ പിന്നെയും മുന്നോട്ട് പോകുന്നതാണ് നാം കാണുന്നത്. അവൻ്റെ വീഴ്ചയുടെ 3 പടികൾ നാം ഇതിനകം ഓർത്തു. ഒടുവിലായിട്ട് ഓർത്തത് 38 അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരുമകളായ താമാറിന് നൽകിയ വാക്കുപാലിക്കുന്നതിൽ യഹൂദ ഒരു പരാജയമായിരുന്നു, അവിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നാം പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറരുത് എന്നുള്ളതാണ് വചനത്തിൻ്റെ വ്യവസ്ഥ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അവിടുന്ന് എന്നെന്നും തൻ്റെ വാഗ്ദത്തങ്ങളിൽ അതിവിശ്വസ്തനാണ് എന്നുള്ളതാണ്. യേശു കർത്താവിനെക്കുറിച്ച് നാം വായിക്കുന്നത് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഒന്നുകൊണ്ടും സംഭവിക്കുന്നില്ല എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന വസ്തുതയാണ്. 4ാമത്തെ വീഴ്ചയായിട്ട് നമുക്ക് യഹൂദായോട് ബന്ധപ്പെട്ട് 38 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് യഹൂദ ജാതീയ ആചാരങ്ങളോട് കൂട്ടുകൂടി എന്നുള്ളതാണ്. 12ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കുറെ കാലം കഴിഞ്ഞിട്ട് ശൂവയുടെ മകൾ യഹൂദായുടെ ഭാര്യ മരിച്ചു. യഹൂദായുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്യാമനായ ഹീരായോട് കൂടെ തൻ്റെ ആടുകളെ കത്രിക്കുന്ന അടിയന്തരത്തിന് പോയി. ആടുകളുടെ രോമം കത്രിക്കുന്ന അടിയന്തരത്തിന് പോകുന്ന യഹൂദയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വാസ്തവത്തിൽ പ്രത്യക്ഷമായി നാം ചിന്തിക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തതാണെന്നും അവൻ്റെ ഭാര്യ മരിച്ചപ്പോഴുള്ള ദുഃഖം തീർക്കുവാൻ സ്നേഹിതനോടുകൂടെ പോയെന്നുമൊക്കെയുള്ള ഒഴിവ് കഴിവുകൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് കഴിയും. ഇന്നും വിശ്വാസികളുടെ മധ്യയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ പേര് പറയുവാൻ പോലും യോഗ്യതയില്ലാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ജാതീയ ആചാരങ്ങളോട് കൂട്ടുകൂടുന്ന അനേക വിശ്വാസികൾ ഇന്നുണ്ട് എന്നുള്ളത് ദുഃഖത്തോടുകൂടെ പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കേണ്ടവർ, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾക്ക് അതീതമായി അന്യദേവന്മാരുടെ നാമങ്ങൾ നാവിലെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള അതിവിശുദ്ധൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നവർ എത്രമാത്രം പാപത്തോട് കൂട്ടുകൂടുന്ന, ജാതീയ ആചാരങ്ങളോട് സാരമില്ലെന്ന മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് യഹൂദയുടെ ചരിത്രം ഇന്ന് ദൈവാത്മാവ് നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. അവൻ ആടുകളുടെ രോമം കത്രിക്കുന്ന അടിയന്തരത്തിന് പോയി എന്ന് പറയുമ്പോൾ അത് ലഘുവായിട്ടല്ല വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആടുകളുടെ രോമം കത്രിക്കുന്ന അടിയന്തരം ഒരു ജാതീയ ആചാരമായിട്ട് അന്ന് നിലനിന്നിരുന്നതായിരുന്നു. ദൈവത്തിൻ്റെ വ്യക്തമായ കൽപ്പനയെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം 18 അധ്യായം 3 വാക്യത്തിലേക്ക് വരിക. ലേവ്യ പുസ്തകത്തിൻ്റെ പ്രത്യേകത ആരാധനയാണ് അവിടുത്തെ വിഷയം. ആരാധിക്കുവാൻ വരുന്ന ദൈവജനത്തോട് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്.
ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധൻ്റെ മക്കളായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം അതിവിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ കൊടുക്കുന്ന കൽപ്പനകൾ നിരവധി ലേവ്യ പുസ്തകത്തിൽ കാണാം. അതിൽ 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് ബന്ധപ്പെട്ട് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് കൽപ്പന കൊടുക്കുക, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. വളരെ വ്യക്തമായിട്ട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതാ. അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ആചാരങ്ങളൊന്നും നീ എടുക്കരുത്. തന്നെയുമല്ല, നീ ജീവിക്കുന്ന കനാൻ്റെ മണ്ണിലെ ആചാരങ്ങളും നീ എടുക്കരുത്. ഞാനിവിടെ ജീവിക്കുന്നു, എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവമുഖത്തേക്ക് നോക്കി ആത്മീക സ്ഥിരത പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും അത് തന്നെയല്ലേ കാണുവാൻ കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ പടിക്ക് പുറത്തു നിർത്തിയിരുന്ന, അവരൊട്ടും ഇഷ്ടപ്പെടാതിരുന്ന ആ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ജാതീയ ആചാരങ്ങളോട് ഇന്ന് കൂട്ടുകൂടുന്ന ഒരു തലമുറയെ കാണുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരെന്നുള്ള നിലയിൽ ഹൃദയത്തിൽ അഗാധമായ ദുഃഖമുണ്ട് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പന നമ്മോടുള്ളത് ജാതീയ ആചാരങ്ങൾ കൂടരുത് എന്നുള്ളത് തന്നെയാണ്. അതിൽ വെള്ളം ചേർപ്പാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ടവരെ, റോമാലേഖനത്തിലേക്ക് വരുമ്പോഴും ഈ കൽപ്പന ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന, ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയമാണ്. നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലും ഇത് തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികൾ ആകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് എഴുതുകയാണ്. കൊരിന്ത് പട്ടണത്തിൽ വേർതിരിഞ്ഞു വന്ന പല വിശ്വാസികളും ആ പട്ടണത്തിൽ നിലനിന്നിരുന്ന ജാതീയ ആചാരങ്ങളോട് കൂട്ടുകൂടിയപ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നും അത് ദൈവത്തിൻ്റെ ക്രോധം ജ്വലിപ്പിക്കുന്നതാണെന്നുമുള്ള വ്യക്തമായ സന്ദേശം അപ്പോസ്തലൻ ദൈവാത്മ പ്രേരിതനായി നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി ഓർമ്മപ്പെടട്ടെ, ഒരു വേർപാടിൻ്റെ അനുഭവം ഇന്ന് നമുക്ക് വീണ്ടും വേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സ്ഥലം സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന് ഹിതമല്ലാത്ത പല കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, മറ്റു പല ആചാരങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് നാം കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുമ്പോൾ തലമുറകളെ നഷ്ടപ്പെടും എന്നുള്ളത് മറക്കുവാൻ പാടില്ല. അത് പറയുമ്പോൾ ആരെങ്കിലും ക്രോധിച്ചിട്ട് കാര്യമില്ല. അത് പറയുമ്പോൾ എനിക്കിഷ്ടമല്ല, ഞാനിങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ദൈവത്തോടാണ് പറയുന്നത്. ദൈവഹിതത്തിന് വിപരീതമായിട്ടാണ് നിൽക്കുന്നത്. അത്യുന്നതനോട് കണക്ക് പറയേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ഇവിടെ ഇതാ യഹൂദ ജാതീയ ആചാരത്തിന് പോകുന്ന കാഴ്ചയാണ്. അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നന്നായിട്ടല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് വ്യക്തമായ വേർപാട് പാലിക്കാത്തവർ നിശ്ചയമായിട്ടും ജീവിതത്തിൽ കർത്താവിനോട് കണക്ക് പറയേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വന്നുപോയ പിഴവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങി വരവിന് തയ്യാറാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആവർത്തിക്കാതിരിപ്പാൻ കണ്ണു നിറഞ്ഞ് വന്നുപോയ വീഴ്ചകൾ സംബന്ധിച്ച് ദൈവഹിതത്തിന് വിപരീതമായ ജാതീയ ആചാരങ്ങളിൽ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനോട് നോ എന്ന് പറയുവാൻ, തലമുറകളോട് അരുത് എന്ന് പറയുവാൻ തീർച്ചയായിട്ടും കഴിവുള്ള ഒരു വലിയ ജീവിതം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് നല്ല തീരുമാനത്തിലേക്ക് വരുവാൻ, വചനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരുവാൻ, കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയനെ കാണും ഞാൻ. എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയനെ കാണും ഞാൻ. അവനെൻ്റെ വൈദ്യനല്ലോ ഇന്നും, അവനെൻ്റെ വൈദ്യനല്ലോ, അവനെൻ്റെ വൈദ്യനല്ലോ ഇന്നും, അവനെൻ്റെ വൈദ്യനല്ലോ. രാജാധിരാജൻ വരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ.
രാജാധിരാജൻ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ.